അക്കൗണ്ടൻസിയിലെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് എന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ചോദ്യം: ഫ്രം ദ ഫോളോയിങ് prepare trading account of department A and B of കൈരളി സ്റ്റോർസ് ഫോർ ദ ഇയർ എൻഡിംഗ് 31st March 2017. കൈരളി സ്റ്റോർ എന്ന ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട് എന്ന സ്ഥാപനത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് എയുടെയും ഡിപ്പാർട്ട്മെന്റ് ബിയുടെയും ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള ഡിപ്പാർട്ട്മെന്റ് എയുടെയും ബിയുടെയും ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യാൻ ആവശ്യമായ ഓപ്പണിംഗ് സ്റ്റോക്കും സെയിൽസും പർച്ചേസും ക്ലോസിംഗ് സ്റ്റോക്കും ഡയറക്റ്റ് എക്സ്പെൻസും കാരേജ് ഇൻവേർഡും എല്ലാം നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനെയും, അതായത് കാരേജ് ഇൻവേർഡ് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെ ഐറ്റംസിന് തരംതിരിച്ച് തന്നെ എയുടെയും ബിയുടെയും വേറെ വേറെ എമൗണ്ടുകൾ തന്നിട്ടുണ്ട്. പക്ഷേ കാരേജ് ഇൻവേർഡ് മാത്രം ഒരുമിച്ച് ഒറ്റയടിക്കാണ്, അതായത് അകത്തേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് തന്നെ വണ്ടിക്കൂലി ഡിപ്പാർട്ട്മെന്റ് എയ്ക്കും ബിക്കും വേണ്ടി ഒറ്റ ലോറിയിൽ മേടിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതായത് അപ്പോൾ അത് എയിലാണ് കൂടുതൽ ബിയിലാണ് കൂടുതൽ എന്ന് തരംതിരിക്കണം. ആ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ കാരേജ് ഇൻവേർഡ് 8000-നെ നമ്മൾ 3/5 എന്ന റേഷ്യോയിൽ നമ്മൾ തരംതിരിക്കുകയാണ്. 8000-ന്റെ 3/8 പോർഷൻ, 5 3 കൂടി കൂട്ടിയ ഭാഗം 8 ആണല്ലോ, അത് ഈ ബൈയുടെ അടിയിൽ എടുക്കണം. അപ്പോൾ 8000 എന്ന കാരേജ് ഇൻവേർഡ് എമൗണ്ടിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, 3/8 ഭാഗം എയ്ക്കും 3/5/8 ഭാഗം ബിക്കും തിരിക്കുമ്പോൾ എയുടെ കാരേജ് ഇൻവേർഡ് എക്സ്പെൻസ് 3000-ഉം ബിയുടെ കാരേജ് ഇൻവേർഡ് എക്സ്പെൻസ് 5000-ഉമായിട്ട് തിരിയുന്നു. എന്തുവാകട്ടെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കത് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് 5000 ഡിപ്പാർട്ട്മെന്റ് എക്ക്, ഡിപ്പാർട്ട്മെന്റ് ബിക്ക് 10,000, ടോട്ടൽ കോളത്തിൽ 15,000. ഇങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്കാണ് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് നമ്മൾ +1 മുതൽ പഠിക്കുന്നതാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ താഴെ പർച്ചേസ് എഴുതും, അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതും, അത് കഴിഞ്ഞ് കാരേജ് ഇൻവേർഡ് എഴുതും. ഇതാണ് നമ്മുടെ പതിവ് രീതി. സോ പർച്ചേസ് 3000 ആണ്. ഓക്കെ, എപ്പോഴും പർച്ചേസ് 30,000ഉം 50,000ഉമാണ്. കാരേജ് ഇൻവേർഡിനെ നമ്മൾ 3:5 ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ആൾക്കാർ ചോദിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. നമുക്ക് പർച്ചേസിന്റെ ബേസ്, കാരണം പർച്ചേസ് ചെയ്തതിന്റെ കണക്കാണ്, പർച്ചേസ് ചെയ്യുന്നതല്ലേ ലോറിയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് 30,000 രൂപയുടെ സാധനം പർച്ചേസ്, അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ബി 50,000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തു. രണ്ടുപേരുടെയും കൂടി വാങ്ങിയ സാധനങ്ങൾ ഒറ്റ ലോറി കൊണ്ടുവന്നു. അപ്പൊ രണ്ടുപേരും ചെലവ് വീതിച്ചെടുക്കേണ്ട എങ്ങനെയാണ്? കൂടുതൽ രൂപയുടെ സാധനം വാങ്ങിയ ആൾക്കാര് കൂടുതൽ പോർഷനും 5 ഭാഗവും, കുറവ് രൂപയുടെ സാധനം വാങ്ങിയ ആൾക്കാർ കുറവ് പോർഷനും, അതായത് 3 ഭാഗവും. അതായത് ഈ പൂജ്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ 3:5 എന്ന് കിട്ടും അല്ലെ. 3:5 എന്നുള്ള റേഷ്യോ. അപ്പോൾ പർച്ചേസിന്റെ ബേസിസിലാണ്, പർച്ചേസ് എമൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് 3:5 എന്ന രീതിയിൽ ഈ 8000 രൂപേനെ 3/8 എന്നും 5/8 എന്നും കട്ട് ചെയ്ത് 3000 5000 ആയിട്ട് വേർതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 3000 രൂപ കാരേജ് ഇൻവേർഡും 5000 രൂപ. ബാക്കിയൊക്കെ നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ടുകൾ വേർതിരിച്ച് തന്നെ തന്നിരിക്കുന്നത്, അതങ്ങ് പകർത്തി എഴുതേണ്ട കാര്യമുള്ളൂ. ഇനി ഇപ്പൊ ചെലവിനങ്ങൾ മുഴുവൻ എഴുതി. ഇനി ടോട്ടൽ കോളത്തിൽ ഇത് 2 കോളവും കൂട്ടിയിട്ടുള്ള എമൗണ്ട് ടോട്ടൽ കോളത്തിൽ എഴുതി. ഇനി വരുമാന വശം സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കുമാണ് നമുക്കറിയാം. സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ നമുക്ക് കാണാപ്പാട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട് ആണ് എന്നതുകൊണ്ട് ഒരു വ്യത്യാസമില്ല. ബൈ സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ ഡിപ്പാർട്ട്മെന്റ് എയുടെ എമൗണ്ട് 60,000 ആണ് സെയിൽസ് എമൗണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ബിയുടെ 80,000 ആണ്, അത് എഴുതി. ക്ലോസിംഗ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് എയുടേത് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 10,000-ഉം ഡിപ്പാർട്ട്മെന്റ് ബിയുടെ 15,000 ആണ്. അത് രണ്ടും എഴുതി. ടോട്ടൽ കോളത്തിൽ രണ്ടും ടോട്ടൽ ചെയ്ത് ഇങ്ങോട്ട് എഴുതി. ഇനി ഈ വശം വരുമാന വശമാണ് കൂടുതൽ ഉണ്ടാവുക സാധാരണഗതിയിൽ. അതുകൊണ്ട് നമ്മൾ ഈ വരുമാന വശം കൂട്ടി ഇവിടെ 70, 80, 15, 95, 140, 25, 165 ഈ എമൗണ്ടുകളൊക്കെ പകർത്തി അതത് കോളങ്ങളിൽ എഴുതി. 70, 95, 165 ഇവ തമ്മിലുള്ള വ്യത്യാസം, അതായത് ഈ ചെലവുകൾ മൊത്തം കൂട്ടിയെടുക്കുക, മൊത്തം വരുമാനത്തിൽ നിന്ന് മൊത്തം ചെലവ് കഴിച്ച് ബാക്കി 48,000 ലാഭം. അങ്ങനെയാണല്ലോ, മൊത്തം വരുമാനത്തിൽ നിന്ന് മൊത്തം ചെലവ് കഴിച്ചിട്ടുള്ളതിനെയാണ് ലാഭം എന്ന് വിളിക്കുക. അതിന് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് 48,000. തരംതിരിച്ചുള്ള ഗ്രോസ് പ്രോഫിറ്റ് ഈ ഡിപ്പാർട്ട്മെന്റ് എയുടെ ഗ്രോസ് പ്രോഫിറ്റ് 26,000, ഡിപ്പാർട്ട്മെന്റ് ബിയുടെ ഗ്രോസ് പ്രോഫിറ്റ് 22,000. അപ്പൊ നോക്കിയേ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കമ്പനിക്ക്, കൈരളി സ്റ്റോർ എന്ന കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം നേടിക്കൊടുത്തത്? ഡിപ്പാർട്ട്മെന്റ് എ ആണ്. അതിനേക്കാൾ കുറവ് ലാഭം മാത്രമാണ് ഡിപ്പാർട്ട്മെന്റ് ബി. അപ്പൊ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾ തരംതിരിച്ച് കോളം ഉണ്ടാക്കി ട്രേഡിംഗ് അക്കൗണ്ട് കാണുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ലാഭം കൊണ്ടുവരുന്ന കമ്പനി ഏതാണെന്ന്, ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഒന്നാമത്തെ കണക്ക് കഴിഞ്ഞു.
ഇനി രണ്ടാമത്തെ കണക്കിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് രണ്ടാമത്തെ കണക്കിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. എ ഫേം ഹാസ് ടു ഡിപ്പാർട്ട്മെന്റ്സ് എക്സ് ആൻഡ് വൈ. എക്സ് വൈ എന്നിങ്ങനെ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. കഴിഞ്ഞ കണക്കിൽ എയും ബിയും ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഡിപ്പാർട്ട്മെന്റുകളുടെ പേര് എക്സ് വൈ. ഡ്യൂറിംഗ് മാർച്ച് 2017 ദർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് റിവീൽഡ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാണ്ട് മാർച്ചിലെ ക്ലോസിംഗ് ഡേറ്റിൽ അവരുടെ എമൗണ്ടുകൾ ഫിഗേഴ്സ് ഇവിടെ കാണിച്ചിരിക്കുക. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം എങ്ങനെയൊക്കെയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സിൻ്റെത് 3000, വൈയുടേത്. അപ്പോൾ ആദ്യത്തെ ഐറ്റം ആണ് എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക്. അത് കഴിഞ്ഞാൽ പർച്ചേസ് എഴുതണം 32, 45 തരംതിരിച്ച് തന്നിട്ടുണ്ട്. സെയിൽസ് 76, 81, സെയിൽസ് റിട്ടേൺസ് 6000, 1000, പർച്ചേസ് റിട്ടേൺസ് 2000, 5000, ക്ലോസിംഗ് സ്റ്റോക്ക് 5000, 3000. രണ്ട് ഡിപ്പാർട്ട്മെന്റിനെ തിരിച്ചു തന്നേക്കുവാണ്. ക്ലോസിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ സെയിൽസും സെയിൽസ് റിട്ടേൺസും ഒക്കെ എവിടെ വരണമാണ്? ക്രെഡിറ്റ് സൈഡിൽ വരണമാണ്. ബാക്കിയൊക്കെ ഡെബിറ്റ് സൈഡിൽ വരണം. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരണമാണ് 4000, 2000. സാലറി ഇത് ട്രേഡിംഗ് അക്കൗണ്ട് തന്നെ അല്ല, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഓഫീസിൽ ചിലവാണല്ലോ സാലറി 5000, 3000. കമ്മീഷൻ ഓൺ സെയിൽസിന്റെ കമ്മീഷനൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിലല്ല, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റമാണ്. ഇനി തുടർന്ന് പറഞ്ഞു പോവുകയാണ്. ക്യാരേജ് ഓൺ സെയിൽസ് അത് വിൽക്കാൻ കൊണ്ടുവന്നതിന്റെ വണ്ടിക്ക് പോയില്ല. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടി കാണാനുള്ള കണക്കാണെന്ന് അർത്ഥം. പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് രണ്ടും ഉണ്ട്. ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം ഉണ്ടായില്ലെങ്കിൽ ഈ കണക്കിൽ ഗ്രോസ് പ്രോഫിറ്റ് തുടർന്ന് ട്രാൻസ്ഫർ ചെയ്ത് എടുത്തിട്ട് അതിന്റെ തുടർച്ചയായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് താഴോട്ട് ചെയ്യണം. ഒപ്പം തന്നെ ഒരു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. നോക്കാം, ഇത് കണ്ടോ, ട്രേഡിംഗ് അക്കൗണ്ട് ഇത്രയും വരെ ഭാഗത്ത് ചെയ്തു, അതിന്റെ തുടർച്ചയായിട്ട് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ചെയ്തു, ബ്രോ ഡൗൺ ചെയ്തു, എന്നിട്ട് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യണം. അതിനുശേഷം ഒരു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് താഴെ വേറെയും ഉണ്ടാക്കിയിരിക്കുന്നു. കണ്ടോ, ഈ രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് എല്ലാ ഐറ്റംസ് എങ്ങനെയാണ് എഴുതുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ലെസ് പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് റിട്ടേൺസ് കുറച്ചത് അതൊക്കെ എഴുതി. അതുപോലെ തന്നെ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറച്ചത്, സെയിൽസ് 76,000 ആയിരുന്നു, അതിൽ നിന്ന് 6000 കുറച്ച്, സെയിൽസ് 70,000 ആണ് അല്ലേ, 70,000 കൂടെ 6000 കൂട്ടി, അപ്പോൾ 76,000 നിന്ന് 6000 കുറച്ച് 70,000. ഇനി അതുപോലെ തന്നെ അവിടെ തന്നിരിക്കുന്ന ഓരോന്ന് റിട്ടേൺ കുറച്ചു. ഇനി ക്ലോസ് സ്റ്റോക്ക് എടുത്തെഴുതി. നമുക്ക് ഈ വരുമാന വശമാണ് ആദ്യം കൂട്ടേണ്ടത്. കൂട്ടി 75, 75, 83, 83 ഇത് ഇങ്ങോട്ട് പകർത്തി എഴുതി. ഇനി ചെലവ് വശത്തെ ചെലവുകൾ തമ്മിലുള്ള വ്യത്യാസം 75,000 ഈ ചെലവെല്ലാം കൂട്ടിയെടുക്കുക. അതായത് 30, 3, 33, 1, 34, 4, 38,500 ആണ് ചെലവ്. ഈ 38,500 75 കുറക്കുമ്പോൾ ബാക്കി 36,500 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും 83 ആണ് വരുമാനം, അതിൽ നിന്ന് ഇപ്പുറത്തുള്ള ചെലവ് കുറക്കുക. അതായത് 40, 4, 44, 5, 49 ആണ് ചെലവ്. അപ്പൊ 83 49 കുറച്ചാൽ ബാക്കി 34. അങ്ങനെ ഇത് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ആണ്. ക്യാരി ഡൗൺ തീർച്ചയായിട്ടും അടുത്ത അക്കൗണ്ട് തൊട്ട് താഴെ ഇതിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അക്കൗണ്ട് ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 36,500, 34 അത് താഴേക്ക് പാർത്തി എഴുതി. ഇത് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിന്റെ? ടു സാലറീസ് 5000, 3000. സാധാരണ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തന്നെയാണ്. പക്ഷേ ഇത് ഡിപ്പാർട്ട്മെന്റുകൾ തരം തിരിച്ച് രണ്ട് വ്യത്യസ്ത കോളത്തിൽ എക്സ് വൈ എന്നൊക്കെ കോളം എഴുതി വേർതിരിച്ച് എഴുതണമെന്നാണ്. കമ്മീഷൻ 2000, 3000. കാരേജ് ഇൻവേർഡ് 1400, 1600. റെന്റ് ആൻഡ് റേറ്റ്സ് 2000, 2000. മിസിലേനിയസ് അല്ലറ ചില്ലറ പല വക ഐറ്റംസ് 1500, 1500. ഇത്രയും കഴിഞ്ഞു. ബാലൻസ് ഉള്ള എമൗണ്ട് 24,600. അതായത് ഈ വരുമാനത്തിൽ നിന്ന് ഈ ചെലവ് കഴിച്ച് ബാക്കിയുള്ള 24,600 ഡിപ്പാർട്ട്മെന്റ് എക്സിന്റെ, അതുപോലെ തന്നെ ഈ വരുമാനം 34,000 നിന്ന് ഈ ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ള 22,900 വൈയുടെ ലാഭം. പക്ഷേ ഈ ലാഭങ്ങൾ നേരെ കൊണ്ടുപോകേണ്ടത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. എന്നിട്ട് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എഴുതുകയാണ് ഒരുമിച്ച് ടോട്ടലായിട്ട്. കാരണം ടോട്ടൽ കോളം എഴുതിയില്ല, പകരം ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. 24,600 അതുപോലെ തന്നെ 22,900. അപ്പൊ എന്തെങ്ങനെ എഴുതേണ്ടത്? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് വന്ന സംഖ്യകൾ എന്നാണ് ഇതിന്റെ അർത്ഥം, ബൈ സൈഡ്. കാരണം ഞാൻ പറഞ്ഞു, ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സൈഡ് മാറും, എമൗണ്ടുകളുടെ സൈഡ് മാറും. ഇത് ഡെബിറ്റ് സൈഡിലായിരുന്നെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലേക്ക് വരും. അങ്ങനെയാണ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് എക്സിന്റെ വകയായിട്ട് 24,600 വന്നു, ഡിപ്പാർട്ട്മെന്റ് വൈയുടെ വകയായിട്ട് 22,900 വന്നു. ഓക്കെ, ഇനി അപ്പൊ ഇത് രണ്ടും കൂടാണ്ട് എന്താണ് ഒരു കാര്യം കൂടി, രണ്ട് കാര്യങ്ങളും കൂടെ പറയേണ്ടത്. ജനറൽ മാനേജറുടെ സാലറി ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. നോക്കൂ, അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് 6,000 രൂപ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം 1000 രൂപയും ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ്സിന്റെ പലിശ. ഈ ഐറ്റങ്ങളെ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. ഇതാ ഇവിടെ താഴെ എഴുതിയിരിക്കുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് 1000 രൂപ. ഓക്കെ, ജനറൽ മാനേജർ സാലറി 6,000 രൂപ. അപ്പൊ ജനറൽ മാനേജറുടെ സാലറി
ഡിപ്പാർട്ട്മെന്റ് എക്സിലും അല്ല വൈയിലും അല്ല എടുക്കേണ്ടത്. 2 ഡിപ്പാർട്ട്മെന്റും നോക്കി നടത്താൻ ഒരു മാനേജറേ ഉള്ളൂ എന്ന് മനസ്സിലായി. അയാൾ കൊടുക്കുന്ന സാലറി തീർച്ചയായിട്ടും ഇപ്പൊ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് അവിടെ കാണിച്ചാൽ മതി ആ ചെലവ്. ഓക്കെ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പലിശ, ഇൻവെസ്റ്റ്മെന്റ് ആര് നടത്തി, എക്സ് നടത്തിയതാണോ അല്ല വൈ നടത്തിയതാണോ, ഡിപ്പാർട്ട്മെന്റ് എക്സോ ഡിപ്പാർട്ട്മെന്റ് വൈയോ അല്ല, കൈരളി എന്ന് പറയുന്ന ഈ സ്ഥാപനം നടത്തിയതാണ്. അതുകൊണ്ട് അത് അവരുടെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പലിശ ഒരു വരുമാന ഐറ്റമായിട്ട് ലാഭത്തിന്റെ ചുവടെ എഴുതിയാൽ മതി. സോ ലാഭം നമുക്ക് കിട്ടുന്നത് ഈ സൈഡിലാണല്ലോ, അതെ. അപ്പൊ അത് അവിടെ പലിശയും ഒരു വരുമാനമായിട്ട്, നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് വരുമാനം ഇങ്ങോട്ടല്ലേ കിട്ടുന്നത്, ഇൻട്രസ്റ്റ്. അതെ. ഇപ്പൊ 48,500 കിട്ടി. 48,500 നിന്ന് ജനറൽ പ്രോഫിറ്റ് മാനേജറുടെ സാലറി എന്ന ഒരു ചിലവിനം കുറച്ചാൽ ബാക്കിയുള്ള 42,500 ശുദ്ധമായ കമ്പനിയുടെ കൈരളി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ലാഭമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് കണക്ക്. കൈരളി എന്നാണ് സ്ഥാപനത്തിന്റെ പേര്, നമുക്ക് നോക്കാം. അല്ല, ഒരു ഫേം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൈരളി എന്നുള്ള ഇതിന് മുമ്പത്തെ കണക്കിലാണ്. ആ ഫേമിന്റെ നെറ്റ് പ്രോഫിറ്റ് ആണ് ഈ പറയുന്ന എമൗണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 48,500. അടുത്ത കണക്ക്, ഇനി ഇവിടെ നോട്ട് തന്നിരിക്കണേ. കാരേജ് ഓൺ പർച്ചേസ് ആൻഡ് കാരേജ് ഓൺ സെയിൽസ് ആർ അപ്പോർഷൻഡ്. കാരേജ് ഓൺ പർച്ചേസ് വാങ്ങിക്കൊണ്ടുവന്നതിന്റെ വണ്ടിക്കൂലി 8,000 രൂപ, അത് 5,000 3,000 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ്, അത് പർച്ചേസിന്റെ ബേസിലാണ്. കാരേജ് ഓൺ സെയിൽസ് ഡിവൈഡ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്, നെറ്റ് സെയിൽസിന്റെ ബേസിലാണ്. അത് രണ്ടും കോമൺ ആയിട്ട് ഒരുമിച്ച് വരുന്നേക്കാണെങ്കിൽ അത് രണ്ടും വേർതിരിക്കേണ്ടത് എങ്ങനെയാണ്. കാരേജ് ഓൺ സെയിൽസ് വിൽക്കാൻ കൊണ്ടുപോയതിന്റെ വണ്ടിക്കൂലിയാണ്. വിൽക്കാൻ കൊണ്ടുപോയതിന്റെ വണ്ടിക്കൂലി, ആരാണ് കൂടുതൽ രൂപയുടെ സാധനം വിറ്റത് അവർക്ക് കൂടുതൽ പോർഷനും, ആരാണ് കുറവ് രൂപയുടെ സാധനം വിറ്റത് അവർക്ക് കുറവ് പോർഷനും, ആ രീതിയിലാണ്. അതിനെ അപ്പോർഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഡിവൈഡ് ചെയ്യണം എന്നർത്ഥം. ഇവിടെ കാരേജ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞ ഐറ്റം, കാരേജ് ഓൺ പർച്ചേസ് 3,500 ആണ്, കാരേജ് ഓൺ സെയിൽസ് 3,000 ആണ്. അപ്പൊ അതിനെ വിഭജിക്കേണ്ടത് സെയിൽസിന്റെ ബേസിലാണ്. അപ്പൊ സെയിൽസ് എത്രയാണെന്ന് നോക്കിയേ, 7ഉം 70,000 80,000, പൂജ്യങ്ങൾ കളഞ്ഞാൽ ബാക്കി എത്ര, 7:8. 7:8 എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ കാരേജ് ഓൺ സെയിൽസ് 3,000, 3,000ത്തിന് 7/8, 7 എത്ര 15, 7/15 ഭാഗം ആർക്ക് എടുക്കണം, എക്സിന് എടുക്കണം. അതുപോലെ തന്നെ 8/15 ഭാഗം, 15 എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും. 15 കഴിഞ്ഞ് 8 7 കൂടി കൂട്ടിയതാണ്. എപ്പോഴും അങ്ങനെ പ്രൊപ്പോർഷൻ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രൊപ്പോർഷന്റെ രണ്ടും കൂടി കൂട്ടിയ സംഖ്യ ബൈയുടെ അടിയിൽ എടുക്കണം. എന്നിട്ട് ഓരോന്നിന്റെ അതത് ഭാഗം, 7 ഭാഗം ബൈ 15 ഭാഗം, 8 ഭാഗം ബൈ 15 ഭാഗം, ആ രീതിയിലാണ് ഗുണിക്കേണ്ടത്. മൊത്തം എമൗണ്ടുമായി 3,000 ആണ് നമ്മുടെ കാരേജ് ഓൺ സെയിൽസിന്റെ എമൗണ്ട്. 3,000നെ 7/15, 3,000 × 7/15 ഒരു കണക്ക്, 3,000 × 8/15 വേറൊരു കണക്ക്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കാരേജ് ഓൺ സെയിൽസ് കിട്ടും. എത്രയാണ്, 1,400ഉം 1,600 എന്നാണ് കിട്ടുക. കാരേജ് ഓൺ പർച്ചേസ് എത്രയാണ്, 3,500. അതിനെങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടത്, പർച്ചേസിന്റെ ബേസിൽ. പർച്ചേസ് 30ഉം 40ഉം ആണ്, പൂജ്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പൊ 3:4 കിട്ടി. അപ്പൊ 3ഉം 4ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്, 7. 3/7 ഭാഗം എക്സിന്, 4/7 ഭാഗം വൈക്ക്, ആ രീതിയിലാണ്. അപ്പൊ എങ്ങനെയാണ് കാണേണ്ടത്, നമ്മുടെ വിഭജിക്കേണ്ട എമൗണ്ട് 3,500 ആണ്. 3,500 ഇൻറ്റു 3/7 ഭാഗം എക്സിന്, 3,500 ഇൻറ്റു 4/7 ഭാഗം വൈക്ക്, ആ രീതിയിലാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് കാരേജ് ഓൺ പർച്ചേസ് 1,500, 2,000 എന്നിങ്ങനെ വേർതിരിഞ്ഞ് കിട്ടും. അങ്ങനെയാണ്. അതാണ് ഇതിനകത്ത് ഇത്തിരി ഒരു ചെറിയ പ്രശ്നമുള്ള ഒരു ഭാഗം, കണക്ക് കൂട്ടേണ്ട ഒരു ഭാഗം. റെന്റും റേറ്റ്സും മിസ്ലേനിയസ് എക്സ്പെൻസും ഒക്കെ അപ്പോർഷൻ ചെയ്യേണ്ടത് ഈക്വലിയാണ്. വാടക എങ്ങനെ തുല്യമായി വീതം വെച്ചെടുക്കാം, റെന്റ്, റേറ്റ്സ് ആൻഡ് മിസ്ലേനിയസ് എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ്, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തെറ്റില്ല. അപ്പൊ ഇവിടെ റെന്റ് റേറ്റ്സിന്റെ എമൗണ്ട് നോക്കുക കേട്ടോ. എന്താണ് റെന്റ് റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാണ്, ഇവിടെ നമുക്ക് നോക്കാം. ഇതാ റെന്റ് റേറ്റ്സ് 4,000. അപ്പൊ 4,000ത്തിന് 2,000 2,000 അല്ലെ. മിസ്ലേനിയസ് എക്സ്പെൻസ് 3,000 ഉണ്ടാ. അതുപോലെ തന്നെ ജനറൽ മാനേജറുടെ സാലറി ഇവിടെ അല്ലല്ലോ എടുക്കുന്നത്. റെന്റ് റേറ്റ്സ്, കാരേജ് ഓൺ സെയിൽസും കാരേജ് ഓൺ പർച്ചേസും കഴിഞ്ഞു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് വേണ്ട. ഓക്കെ. അപ്പൊ റെന്റ് റേറ്റ്സും ഇതും വിഭജിക്കേണ്ടത് ഈക്വലി ആണ്. അപ്പോൾ ഇത് 4,000 എന്നുള്ള 2,000 2,000, മിസ്ലേനിയസ് എക്സ്പെൻസ് 3,000 1,500 1,500 ഉണ്ടോ, ആ രീതിയിൽ അത് വിഭജിച്ചു. അതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ്. കണ്ട, മിസ്ലേനിയസ് എക്സ്പെൻസ് 1,500 1,500, റെന്റ് റേറ്റ്സ് 2,000 2,000, കാരേജ് ഇൻവേർഡ് അകത്തേക്ക് വാങ്ങിക്കൊണ്ടുവന്നതിന്റെ കാരേജ് ഔട്ട്വേർഡ് സെയിൽസിന്റെ കാരേജ് ആണ്, അത് നമ്മൾ അപ്പോർഷൻ ചെയ്തത് സെയിൽസിന്റെ ബേസിലാണ്. കമ്മീഷൻ 2,000 3,000 കമ്മീഷൻ കൊടുക്കുന്നത് സെയിൽസിന്റെ ബേസിലല്ലേ. എവിടെയാണ് കൂടുതൽ സെയിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ. അതൊക്കെ ബോധപൂർവ്വം നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയ കാര്യവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ജനറൽ മാനേജർ സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ നോട്ട് ഗിവൺ, ദേ ആർ ചാർജ്ഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഉണ്ടാ,
അപ്പോർഷൻമെന്റ് എന്നുള്ള ബേസിസ് അവർ തരണം. ജനറൽ മാനേജറുടെ സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ. തരാത്ത സ്ഥിതിക്കാണ് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ചാർജ് ആയിട്ട് കാണിക്കുന്നത്.